അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പൊടി എടുക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കടില്ലാത്ത വലിയ ഗ്ലാസ്സാണ്. ഇതിന് 2 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. ഇതിൽ ഞാൻ ഇതേ ഗ്ലാസ്സിൽ ഒരു 3 ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട്. ലാസ്റ്റ് അത് എത്രയെന്ന് കണക്കാക്കി തരാം. 3 ഗ്ലാസ് വെള്ളമാണ്. ആ വെള്ളം ഏകദേശം തിളക്കാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് ഇട്ടാൽ മതി ഉപ്പ്. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്പൂണ്, ഒരു 1.5 സ്പൂണുള്ളൂ. കുറച്ച് ഒഴിച്ചാൽ മതി. ഇങ്ങനെ കണക്കൊന്നുമില്ല, കുറച്ച് അധികം ആവണ്ടെന്ന് മാത്രം. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇങ്ങനെ ഇടുമ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ പാകമാണ്. അങ്ങനെ ഒരു കയ്യിലിൻ്റെ കണ കൊണ്ട് ഇളക്കിയാൽ ശരിക്കും മിക്സ് ആവുള്ളൂ. പിന്നെ ഇത് കൗണ്ടർ ടോപ്പിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. പാത്രത്തിലിട്ട് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടുണ്ട്. ആ ചൂടോടെ പാത്രത്തിലിട്ടിട്ട് ഒന്ന് ഒതുക്കുകയാണ് ചെയ്തത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട്, ഇത് പച്ചവെള്ളമാണ്. പിന്നെ ഇതിൽ ആദ്യം 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചത്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3.5 ഗ്ലാസ് വെള്ളമാണ്. ഏത് പാത്രം കൊണ്ടാണോ പൊടി എടുക്കുന്നത് അതേ പാത്രം കൊണ്ട് 3.5 ഗ്ലാസ് വെള്ളം എടുത്താൽ കറക്റ്റായി. ഇതിപ്പോൾ ഇത് കറക്റ്റാണ്. ഇത് നന്നായിട്ട് നന്നായി കുഴക്കണം. ചെറിയ ബോളുകളാക്കിയിട്ട്, എത്ര വലുപ്പമുള്ള ബോളുകളാക്കിയിട്ട്, ചെറിയ ബോളുകളാണ് ഞാൻ എടുക്കുന്നത്. അത് അങ്ങനെ ഉണ്ടാക്കണം. ഇതൊക്കെ ഇങ്ങനെ ബോളുകളാക്കിയിട്ടുണ്ട്. ചെറിയ ബോളുകളാണ്. ഇന്നിത് പ്രസ്സിലാണ് പരത്തുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് പൊടി എടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തിയിട്ട് ഈ പൊടിയിൽ കണ്ണിടുക. ഓരോന്നിങ്ങനെ എടുക്കുക, പ്രസ്സിൽ വെക്കുക. ചെറിയ പത്തിരിയാണ് കേട്ടോ. ഈ പൊടിയിലൊന്നിങ്ങനെ ഇട്ടിട്ട് നമ്മൾ എടുത്തിടുക. കണ്ടില്ലേ? സിമ്പിളാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പരത്തി അടിച്ചിട്ടുണ്ട്. പരത്തല്ല, പ്രസ് ചെയ്താണ് കേട്ടോ. പ്രസ്സിലാണ്. ഓക്കെ. ഇത് ലാസ്റ്റ് വൺ, ഒരു ചെറിയത് കണ്ടില്ലേ? ഇതൊന്ന് ചുട്ടെടുക്കുകയാണ്. മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ പൊള്ളച്ച് വരണത് ഇതില്ലേ? അങ്ങനെ പത്തിരി എല്ലാം ഇവിടെ ചുട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.